ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കമ്പയർ ചെയ്യാൻ പോകുന്ന പുതിയ ടാറ്റ അൾട്രോസ് ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മാരുതി സുസുക്കി ബലേനോ ആണ്. ബലേനോ ലോഞ്ച് ചെയ്തിട്ട് 2-3 വർഷത്തിനടുത്തായി അതിൻ്റെ ഫേസ് ലിഫ്റ്റ്. പക്ഷേ അൾട്രോസ് ഈ അടുത്താണ് വന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ എന്നാലും സെയിൽസ് ചാർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും 15,000 അല്ലെങ്കിൽ 18,000 ആ റേഞ്ചിലൊക്കെ സെയിൽസ് കിട്ടുന്ന വണ്ടിയാണ് ബലേനോ. സോ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കമ്പാരിസൺ അല്ല, ശരിക്കും നമ്മൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അൾട്രോസ് എടുക്കുകയാണെങ്കിൽ ബലേനോ അതിന് മുകളിൽ എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ബലേനോ എടുക്കാനാണെങ്കിൽ അൾട്രോസിന് മുകളിൽ അതെടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യം അൾട്രോസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, കാരണം പുതിയ വണ്ടി അതാണല്ലോ. ഡയമെൻഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടും സപ്പോമീറ്റർ ഹാച്ച് ബാക്സ് തന്നെയാണ്. പ്രീമിയം ഹാച്ച് ബാക്സ് കാറ്റഗറിയിൽ വരുന്നതാണ് രണ്ട് വാഹനങ്ങളും. അതുകൊണ്ട് ലെങ്ത് ഒക്കെ ഏകദേശം സിമിലർ ആണ്. 3990 മില്ലിമീറ്റേഴ്സാണ് രണ്ട് വണ്ടികളുടെ ലെങ്ത് വരുന്നത്. വിഡ്ത്തിൻ്റെ കേസിൽ അൾട്രോസ് കുറച്ച് കൂടുതലാണ്. 1745 ബലേനോ, 1755 അൾട്രോസ്. ഹൈറ്റും അൾട്രോസിന് തന്നെയാണ് കുറച്ച് കൂടുതൽ. ബലേനോ കറക്റ്റ് 1500 ആണ്, അൾട്രോസ് 1523 ആണ്. വീൽ ബേസ് ആണ് അൾട്രോസിൽ കുറച്ച് കുറവ് വരുന്നത്. 2501 ആണ് അൾട്രോസിൽ വരുന്നത്. 2520 ബലേനോയിലും കിട്ടുന്നുണ്ട്. സോ 19 വ്യത്യാസം. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് അൾട്രോസിൽ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് കിട്ടുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് പുറത്ത് വരുന്ന ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ്. അതിൻ്റെ അകത്തൊരു ലൈറ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കാണ്. പിന്നെ അത് തുറക്കുമ്പം കുറച്ച് ബേസിക് വേരിയൻസ് ഒക്കെ ആണെങ്കിൽ കൈയിട്ടൊക്കെ തുറക്കാൻ കുറച്ച് പാടാണെന്ന് മാത്രം. പക്ഷേ ബലേനോയിൽ നമുക്ക് നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ്. ഇനി അടുത്ത രണ്ട് സിസ്റ്റംസ് ആണ്. ഒന്ന് 10.25 ഇഞ്ച് ഇൻഫോർടൈൻ സിസ്റ്റം ആണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന 10.25 ഇഞ്ചസിന് തന്നെ ഇൻസ്റ്റോൺലെസ് ആണ്. അതും ഫുള്ളി ഡിജിറ്റൽ ആണ്. അതിൻ്റെ അകത്ത് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിൻ്റെ ഒരു സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ടോപ്പ് മോഡൽ മാത്രമേ ഉള്ളൂ. ഈ ക്ലസ്റ്ററും നമുക്ക് ടോപ്പ് മോഡൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൽ തന്നെ ഓഡിയോ വോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സൗണ്ട് ട്യൂണിങ് അല്ലെങ്കിൽ സൗണ്ട് സ്റ്റേജിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് വരുന്നത്. ടാറ്റയുടെ എപ്പോഴും ഓഡിയോ സിസ്റ്റം നല്ലതായിരിക്കും. അതായത് 4 സ്പീക്കർ പ്ലസ് 4 ട്വിറ്ററിൻ്റെ സെറ്റപ്പാണ്. JBLൻ്റെ ആണ്. സോ എന്തായാലും ക്ലാരിറ്റി ഒക്കെ നല്ലതാണ് ബലേനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് കുറേ സെറ്റിങ്സ് ഒക്കെ ഇൻഫോർടൈൻ സിസ്റ്റത്തിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തവർ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതിന് വേണ്ടി വേറെ ഡിസ്പ്ലേ ഒന്നുമില്ല നമ്മൾ ഹ്യുണ്ടായിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇലക്ട്രിക് സൺറൂഫ് ആണ്. അതിൽ വോയിസ് അസിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ബലേനോയിൽ അവൈലബിൾ അല്ല. മിക്കവാറും ഒരു അപ്ഡേറ്റിൽ അവർ ഇതൊക്കെ കൊടുക്കുമായിരിക്കും, കാരണം ഡിസൈറിൽ ഇപ്പോൾ അത് വന്നതാണല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയർലെസ് ചാർജർ കിട്ടുന്നുണ്ട്. അത് ബലേനോയിൽ പണ്ടില്ലായിരുന്നു. അതും ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റിൽ കൊടുക്കേണ്ട സാധനമാണ്, കാരണം മിക്ക വാഹനങ്ങളിലും മാരുതി സുസുക്കി ഇപ്പോൾ ഇത് കൊടുത്തു വരുന്നുണ്ട്. സോ ബലേനോയിലാണ് ഇല്ലാത്തത്. പിന്നെ നമുക്കതിൽ ഓട്ടോ AC രണ്ടിലുണ്ട്. പക്ഷേ ഇതിനകത്ത് ടച്ച് പേസ്റ്റ് കൺട്രോൾസ് ആണ്. എക്സ്പ്രസ് കൂളിൻ്റെ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ടച്ച് പേസ്റ്റ് ഒക്കെ കാണാൻ നല്ലതാണെങ്കിലും മറ്റേത് നമുക്ക് കുറച്ചും കൂടി യൂസബിൾ ആണെന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ അകത്തൊരു SOS കോളിൻ്റെ ഫീച്ചർ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞെക്കി കഴിഞ്ഞാൽ എമർജൻസി കോൾ പോകും എന്നാണ് ടാറ്റ പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അൾട്രോസിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നത്, അതായത് അഡീഷണൽ ഫീച്ചേഴ്സ്. ഇനി ബാക്കി നമുക്ക് പ്ലസ് പോയിൻറ്റ്സ് ആയിട്ട് നോക്കാനാണെങ്കിൽ ഒന്ന്, ഈ വാഹനത്തിനകത്ത് വരുന്ന ഫാക്ടറി ഫിറ്റഡ് CNGയുടെ ഓപ്ഷനാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലാണ് വരുന്നത്. ബലേനോയിൽ നമുക്ക് CNG കിട്ടുന്നുണ്ട്. പക്ഷേ അത് ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒന്നുമല്ല. വലിയ CNG ടാങ്ക് ബൂട്ടിൽ വയ്ക്കും. അതുകൊണ്ട് ബൂട്ട് സ്പേസ് പറയും. പക്ഷേ ഇതിൻ്റെ അകത്ത് 280 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് CNG മോഡലും നമുക്ക് അവൈലബിൾ ആണ്. ബലേനോയിൽ പക്ഷേ അങ്ങനെയല്ല. പകുതിയിൽ കൂടുതൽ ബൂട്ട് സ്പേസ് അങ്ങനെ തന്നെ പോകും. ഇതിൻ്റെ ഇപ്പോൾ നോർമൽ വണ്ടി എടുക്കുകയാണെങ്കിലും 350 ലിറ്റേഴ്സ് ആണ് വരുന്നത്. സോ ജസ്റ്റ് 70 ലിറ്റേഴ്സിന് നഷ്ടമുള്ളൂ. അതുപോലെ അടുത്ത പ്ലസ് പോയിന്റ് വരുന്നത് ഇതിൻ്റെ ഡീസൽ എഞ്ചിനാണ്. അൾട്രോസിൻ്റെ ഡീസൽ എഞ്ചിൻ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ വളരെ നല്ലതായിരുന്നു. ഓൺ പേപ്പർ ആകെ 90 bhp 200 Nm ടോർക്കൊക്കെ ഉള്ളൂ എങ്കിൽ പോലും റിയൽ ലൈഫിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പഞ്ചാണ്, നല്ല ടോർക്കാണ്. ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല സുഖമാണ്. പിന്നെ നല്ല എഫിഷ്യൻസിയും കിട്ടും. ഒരു 18 to 22, 23 ഒക്കെ സുഖമായിട്ട് കിട്ടും. ഇതിനകത്ത് 25 മുകളിൽ മൈലേജ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് അതും നമുക്ക് ബലേനോയിൽ കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ഈ സെഗ്മെൻറ്റിലാകെ പാടി ഇപ്പോൾ ഡീസൽ എഞ്ചിനുള്ള ഒരേ ഒരു ഹാച്ച് ബാക്കും അൾട്രോസ് തന്നെയാണ്. സോ അതെന്തായാലും ഇതിൻ്റെ പ്ലസ് പോയിന്റിൽ പോകും. പക്ഷേ പെട്രോൾ എഞ്ചിനാണ് വേറൊരു ഡൗൺ സൈഡ്. അത് നമുക്ക് ബലേനോയുടെ കേസിൽ പറയാം. ഇനി വേറൊരു കാര്യമുള്ളത് നമുക്കിതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ആണ്. അൾട്രോസ് ഇറങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ഫീലും അതുപോലെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. ബലേനോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ സ്റ്റിയറിംഗ് കുറച്ച് വേഗമാണ്, പ്രത്യേകിച്ച് സെൻട്രൽ പൊസിഷനിലും. അതുപോലെ സെൽഫ് സെൻട്രി ചെയ്യാനൊക്കെ കുറച്ച് സ്ലോ ആണ് അൾട്രോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിൻ്റെ പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. നമ്മൾ സ്പോക്കിലൊക്കെ പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. പക്ഷെ എന്നാലും സ്റ്റിയറിംഗ് ഫീലും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല, കാരണം അവർ അതിലൊന്നും വേറെ ട്വീക്കൊന്നും വരുത്തിയിട്ടില്ല. സെയിം തന്നെയാണ് പഴയ വണ്ടി പോലെ. ബലേനോ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം അജയിലൊക്കെയാണ് കോർണേഴ്സിലൊക്കെ.
കാര്യത്തിലൊക്കെ. പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിവേ അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആണ്. സ്പേസിൻ്റെ കാര്യത്തിൽ ബലേനോ വളരെ നല്ലതാണ്. പക്ഷേ ലാക്ക് ചെയ്യുന്നൊരു സംഭവം തൈ സപ്പോർട്ടായിരുന്നു. അത് ഈ വണ്ടിയിൽ അവർ കുറേയൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റൻഡഡ് തൈ സപ്പോർട്ടിൻ്റെ ആ ഒരു കുഷനൊക്കെ ഇതിൻ്റെ സീറ്റ്സിൽ കാണാൻ പറ്റും. ടാറ്റ ആക്ച്വലി ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. സോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാരിയറിലൊക്കെ കിട്ടുന്ന പോലെ ഇത്തിരി വലിയ സീറ്റ്സ് ആണ് വരുന്നത്. ബാക്കിലത്തെ സീറ്റ്സ് ആണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സോ ബെറ്റർ സീറ്റിംഗ് കംഫർട്ടും അതുപോലെ അണ്ടർത്തെ സപ്പോർട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഓഫ് കോഴ്സ് സേഫ്റ്റിയാണ്. ടാറ്റയെ പറ്റി പറയുമ്പോൾ സേഫ്റ്റി പറയുന്നില്ലെങ്കിൽ വളരെ മോശമാണല്ലോ. 6 എയർ ബാഗ്സ്, ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ESP അതെല്ലാം ഇതിനകത്ത് സ്റ്റാൻഡേർഡാണ്. മാരുതി സുസുക്കി അവരുടെ വണ്ടികളൊക്കെ ഇപ്പോൾ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡാക്കി വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ബലേനോയിലായി തുടങ്ങിയിട്ടില്ല. അധികം വൈകാതെ തന്നെ ആവും. കാരണം സ്വിഫ്റ്റ്, വാഗണാർ, സെലേറിയോ, ഈവൻ നമ്മുടെ ഈക്കോയിൽ വരെ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷേ ബലേനോ തുടങ്ങിയ വണ്ടികളാണ് അവരിപ്പോൾ ആക്കാത്തത്. എന്തായാലും അധികം വൈകാതെ ആക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അൾട്രോസിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം, സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ്സ് കിട്ടുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ അൾട്രോസിൽ അഡീഷണൽ പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പം അടുത്തൊരു പോയിന്റ് വരുന്ന പ്രൈസാണ്. ഞാൻ അൾട്രോസിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസ് ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും പ്രൈസ് എങ്ങനെയാണെന്നുള്ളത്, കാരണം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബേസ് മോഡൽ 6.89 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്രോൾ മാനുവൽ ആണെങ്കിൽ 9.99 ലാക്സ് വരെയാണ് പോകുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ബലേനോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 6.7 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പെട്രോൾ മാനുവൽ മാക്സിമം 9.42 ലാക്സ് വരെയായിരുന്നു പോകുന്നത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അത്യാവശ്യം വില കൂടുതലാണ്. ഏകദേശം 57,000 അടുത്ത് കൂടുതൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമുക്ക് പെട്രോൾ മാനുവൽ അവൈലബിളും അല്ല. സോ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി അതല്ല, നമ്മളിപ്പം പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അൾട്രോസിൽ 2 ഓട്ടോമാറ്റിക് ഉണ്ട്. ഒന്ന് AMT ആണ്, പിന്നെ വരുന്ന DCT ആണ്. രണ്ടും സെയിം 1.2 NA പെട്രോൾ എഞ്ചിൻ്റെ കൂടെ തന്നെയാണ് കിട്ടുന്നത്. 86 PS പവറും 113 Nm ടോർക്കൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ AMT നമുക്ക് 8.29 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 9.65 ലാക്സ് വരെ പോകുന്നുണ്ട്. ബലേനോയുടെ കേസാണെങ്കിൽ 8.02 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 9.92 ലാക്സ് വരെയാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 9.92 ലാക്സ് കൂടുതലല്ലേ ടോപ്പ് എൻഡിൽ. പക്ഷേ അത് ക്രിയേറ്റീവ് S മോഡലാണ്, ഇതിൻ്റെ അക്കംപ്ലിഷ്ഡ് S അല്ല. സോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ബലേനോയുടെ ടോപ്പ് എൻഡിൻ്റെ താഴത്തെ വേരിയൻ്റാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് അതിലും കുറച്ച് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം തീർച്ചയായും അത് കുറച്ചുകൂടെ വാല്യൂ ഫോർ മണിയാണ്. പിന്നെ പെട്രോൾ DCT അത് ഇതിൻ്റെ 10.3ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11.49 ലാക്സ് വരെയാണ് പോകുന്നത്. അതിപ്പോൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് മറ്റേൽ കിട്ടുന്നില്ല, AMT മാത്രമേ കിട്ടുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി തീർച്ചയായും DCA കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. AMT ആണെങ്കിൽ ഏകദേശം ഒരു 60,000 രൂപയ്ക്കൊക്കെ പ്രൈസ് ഡിഫറൻസ് വരുള്ളൂ മാനുവൽ ഓട്ടോമാറ്റിക്. DC ആകുമ്പോഴേക്കും 1.3 ലാക്സിനടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ പോസിബിൾ ആവാത്തത്. പിന്നെ ഡ്യുവൽ ക്ലച്ച് എന്ന് പറയുമ്പോഴും ടാറ്റയുടെ ഡ്യുവൽ ക്ലച്ച് അത്ര ഭയങ്കര ഫാസ്റ്റ് ഒന്നും അല്ല, AMTയേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റാണ് എന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് മാത്രം. ഇതാണ് അൾട്രോസിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസൺ. ഇനി നമുക്ക് ബലേനോയിലേക്ക് കടക്കാം. അതായത് എന്തൊക്കെയാണ് നമ്മൾ അൾട്രോസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബലേനോയിൽ കൂടുതലായിട്ട് കിട്ടുന്നത് എന്നുള്ളത്. ഡിസൈൻ നമുക്കൊരു പോയിന്റ് ആയിട്ട് പറയാം. അതിപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, ഏത് വണ്ടിയുടെ ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. ഞാൻ നേരത്തെ അൾട്രോസിൻ്റെ കേസിൽ പറഞ്ഞില്ലായിരുന്നു, പക്ഷേ അത് അവിടെ മലപ്പുറം പറയാണ്ടിരുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സംഭവം ഏതാണ് എന്ന് വെച്ചാൽ താഴെ കമൻസിൽ പറയാം. ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് ആവും. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഇല്ല. ഒന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ, അതായത് പാസഞ്ചർ സൈഡിൽ കിട്ടുന്ന റിക്വസ്റ്റ് സെൻസറാണ്. അൾട്രോസിൽ നമുക്ക് ഡ്രൈവർ സൈഡിൽ മാത്രമേ റിക്വസ്റ്റ് സെൻസർ ഉള്ളൂ. ഇതിൽ പക്ഷേ അപ്പുറത്തെ സൈഡിലും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഓട്ടോ ഡിമിങ് IRVMs ആണ്. ഇത് അവർ പണ്ട് ബലേനോയുടെ പുതിയ ഹാച്ച് ബാക്ക് ഇറക്കിയപ്പോൾ തൊട്ട് തന്നെ കൊടുത്തതാണ്. പക്ഷേ അത് അൾട്രോസിൽ അവരിപ്പോഴും ടാറ്റ കൊടുത്തിട്ടില്ല. എന്തായാലും ബലേനോയിൽ അവർ ഈ ഒരു മോഡലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇത്. അതുപോലെ അടുത്ത ഫീച്ചർ സെക്കൻഡ് റോയിൽ നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോയിലില്ല, കാരണം ഇത് പഴയ വണ്ടി ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഫോട്ടോ ആണ്. പക്ഷേ ഇപ്പോൾ വരുന്ന 2025 മോഡൽസിലൊക്കെ ബാക്കിൽ 3 ഹെഡ് റെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അൾട്രോസിൽ 2 ഉള്ളൂ. ഇനി മെയിൻ ഫീച്ചർ വ്യത്യാസം വരുന്ന HUD ആണ്, അതായത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഇതിപ്പോൾ ഇവരുടെ ഗ്രാൻഡ് വിറ്റാര അല്ലെങ്കിൽ ഫ്രോങ്സ്, ബ്രസ തുടങ്ങിയ വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും കിട്ടുന്നൊരു സംഭവമാണ്. ബലേനോയിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് നോക്കുമ്പോൾ നല്ലൊരു ഫീച്ചറാണ്. അൾട്രോസിൽ അവരത് കൊടുത്തിട്ടില്ല. ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സിൻ്റെ പ്ലസ് പോയിന്റ്സ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മെയിൻ പ്ലസ് പോയിന്റ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ തീർച്ചയായും NA പെട്രോൾ എഞ്ചിൻ്റെ പെർഫോമൻസ് എടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് 4 സിലിണ്ടർ എഞ്ചിൻ കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റിൽ പക്ഷേ ഒരു പുതിയ Z12V എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനൊക്കെ കൊടുത്തതാണ്. സോ അതിനിപ്പോൾ ഇതിലേക്ക് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. അതുവരെ 4 സിലിണ്ടർ ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. അൾട്രോസിൽ പക്ഷേ നമുക്ക് 3 സിലിണ്ടർ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാകും. പിന്നെ പവറിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഇതും K12C അല്ലെങ്കിൽ K12Nലേക്ക് വന്നപ്പോഴേക്കും ഡ്യുവൽ ജെറ്റായി 90 HP ആയി എന്നൊക്കെ ഉണ്ടെങ്കിലും ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പണ്ടത്തെ K12M പോലെ അത്ര റോ പെർഫോമൻസ് ഒന്നുമില്ല. മിഡ് റേഞ്ച് ഒക്കെ കുറച്ച് സ്ലഗിഷ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ അൾട്രോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൊണ്ട് ബെറ്റർ ആണ്.
എഞ്ചിൻ്റെ കേസിൽ തന്നെ പറയാൻ പറ്റിയ കാര്യമാണ് മൈലേജ്. തീർച്ചയായും നമുക്കറിയാം ടാറ്റയുടെ അൾട്രോസ് എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ മൈലേജ് അത്ര ഗംഭീരമായിട്ട് തരുന്ന ഒരു വണ്ടിയല്ല. നിങ്ങൾ പിന്നെ അത്രയും സൂക്ഷിച്ചൊക്കെ ഓടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൈലേജ് കിട്ടും. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് നോർമൽ കേസിൽ ഒരു 14-15 ഈസി ആയിട്ട് സിറ്റിയിൽ കിട്ടും. ഇനി അതല്ല ഹൈവേയിൽ പോകുകയാണെങ്കിൽ 20+ സുഖമായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് മൈലേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. അതുപോലെ തന്നെയാണ് റിലയബിലിറ്റിയും. അൾട്രോസിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് കുറവായിരിക്കും. അതുമാത്രമല്ല ഇനി ഇൻ കേസ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രോപ്പർ റെസൊല്യൂഷൻ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ബലേനോയുടെ കേസിലും പറയാനുണ്ടായിരുന്നത് അഡീഷണൽ ആയിട്ട്. ഇതിനകത്ത് ഇപ്പം അഡീഷണൽ പ്ലസ് പോയിൻറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത് ബലേനോയിലാണ്. അൾട്രോസ് ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് പ്രൈസ് കൂടുതലാണെങ്കിലും കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് മാത്രം. എന്തായാലും ഞാൻ ജസ്റ്റ് ബലേനോയുടെ ഒരു പ്രൈസ് ചാർട്ടും കൂടെ ഇവിടെ കാണിച്ചു തരാം. ഇതിനകത്ത് അൾട്രോസിലുള്ള അത്തരം വേരിയൻസ് ഒന്നുമില്ല. അൾട്രോസിൽ CNGയിലും നമുക്ക് ഇഷ്ടംപോലെ വേരിയൻസ് കിട്ടുന്നുണ്ട്. ഇതിനകത്താകെ ഡെൽറ്റയും സീറ്റയും മാത്രമേ ഉള്ളൂ. 8.44 സ്റ്റാർട്ട് ചെയ്ത് 9.37 വരെയാണ് നമ്മുടെ ബലേനോയുടെ CNGയുടെ പ്രൈസ് പോകുന്നത്. ബാക്കി പ്രൈസിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ജസ്റ്റ് ഒരു ചാർട്ട് പോലെ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി ഇതിൻ്റെ ഒരു വേർഡിക്റ്റ് പോലെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വേണം, കുറച്ച് അഡീഷണൽ പൈസ സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അൾട്രോസ് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് വേണം, അതുപോലെ മൈലേജ് വേണം, പിന്നെ റിലയബിലിറ്റി, പിന്നെ പീസ് ഓഫ് മൈൻഡ്, സർവീസ് എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബലേനോ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. ഇതാണ് നമുക്കിതിനകത്ത് ബേസിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിതിൽ ഏത് വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമ്മളിപ്പം 1 ലൈക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് പെട്ടെന്നാക്കാലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.